ഹായ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം ഇതിപ്പോൾ എവിടെയാണെന്ന് വെച്ചാൽ കഞ്ചിക്കോട്ട് നിന്ന് ഒരു 3 കിലോമീറ്റർ പടിഞ്ഞാറായിട്ട്, അതായത് കിണർ സ്റ്റോപ്പ് എന്ന് പറയും, അവിടെയാണ് സെൻട്രൽ സ്കൂളൊക്കെ ഉള്ളത്. അവിടെ നിന്ന് 1 കിലോമീറ്റർ വടക്ക് തള്ളിയിട്ടാണ്, അതായത് മലമ്പുഴ റോഡ് വരുന്ന വഴി. ഇവിടുന്ന് മലമ്പുഴയ്ക്ക് ഒരു 8 കിലോമീറ്ററേ ഉള്ളൂ. ഇവിടെ കാടുകളും മലകളൊക്കെ ഉള്ള നല്ല കാണാൻ ഭംഗിയുള്ള പ്രദേശമാണ്. ഞാൻ ഇവിടെയാണ് ജനിച്ച് വളർന്നത്. ഞാൻ കളിച്ച് നടന്ന സ്ഥലമാണ്. ഇവിടെ ഞാൻ പോയിട്ടിപ്പോൾ കഞ്ചിക്കോടാണ് ഇപ്പോൾ താമസിക്കുന്നത്. അവിടേക്ക് പോയിട്ട് ഒരു 17 വർഷമായി. കഞ്ചിക്കോട് എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടെ ഗവൺമെൻറ് ഹൈസ്കൂളുണ്ട്, അതിൻ്റെ ബാക്കിലായിട്ടാണ് ഞാനിപ്പോൾ താമസിക്കുന്നത്. ഇവിടെ IIT ഒക്കെ ഉള്ള സ്ഥലമാണ്. ഇവിടുന്ന് തൊട്ടടുത്താണ് IIT കാമ്പൗണ്ട്. ഇപ്പം ഞാൻ ഇരിക്കുന്ന അതുവരെ വരുന്നുണ്ട് ലെങ്ത്ത്. ഇപ്പോൾ ഇരിക്കുന്ന സ്ഥലത്തും IITൻ്റെ മതിൽ എൻ്റെ വീടിൻ്റെ സൈഡ് കൂടെയാണ് പോകുന്നത്. അപ്പം ഞാൻ ജനിച്ച് വളർന്ന സ്ഥലവും കോച്ച് ഫാക്ടറിക്ക് വേണ്ടി ഇവിടെയാണ് സ്ഥലം എടുത്തിരിക്കുന്നത്. ആ സ്ഥലമൊക്കെ ഒന്ന് കാണിച്ചു തരാം. കോച്ച് ഫാക്ടറി ഒന്നുമില്ല, അത് വടക്കന്മാർ കൊണ്ടുപോയി, അത് വേറെ. അപ്പോൾ ആ സ്ഥലമൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഞാൻ നിൽക്കുന്ന ഭാഗത്തുനിന്ന് ഏകദേശം മലമ്പുഴ അതുവരെയാണ് കോച്ച് ഫാക്ടറിൻ്റെ സ്ഥലം എടുത്തിരിക്കുന്നത്. കോച്ച് ഫാക്ടറി പോയി, അത് പോട്ടെ, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ആ കോച്ച് ഫാക്ടറിക്ക് വേണ്ടി മതിൽ കെട്ടിയതെല്ലാം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ സ്ഥലമൊക്കെ ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാണ് കിണർ സ്റ്റോപ്പിൽ നിന്നും മലമ്പുഴയ്ക്ക് വരുന്ന റോഡ്. ഈ ഭാഗത്താണ് വീടുകളൊക്കെ. ഞാൻ ജനിച്ച് വളർന്ന വീട് ഇതാ ആൽമരത്തിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ടാണ്. അതാ റോസ് കളർ കാണുന്നത് ഞങ്ങളുടെ വായനശാലയാണ്. ഈ ആൽമരം ഞാൻ പോകുമ്പോൾ ചെറിയ ചെടിയായിരുന്നു, ഇപ്പോൾ വലുതായി. അത് ഇവിടെയാണ് ഞാൻ കളിച്ച് വളർന്ന സ്ഥലം. ഇതാ മലമ്പുഴ റോഡ് പോകുന്നു. കുറച്ചൊരു 200 മീറ്റർ അങ്ങോട്ട് പോയാൽ റെയിൽവേ ക്രോസാണ്. അത് കടന്നിട്ട് വേണം മലമ്പുഴ. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് IITൻ്റെ കാമ്പൗണ്ട്. പണ്ടൊക്കെ കുറ്റിച്ചെടികളായിരുന്നു, ഇപ്പം എല്ലാം വലിയ വലിയ മരങ്ങളായി. ഇത് ഞാൻ വലിയൊരു പാറിൻ്റെ മേലെയാണ് നിൽക്കുന്നത്. ഈ പാറ പൊട്ടിച്ചിട്ടാണ് റോഡ് പോയിരിക്കുന്നത്. ഞങ്ങളതിന് വലിയ പാറ എന്നാണ് പറയാം. ഇതാ കണ്ടോളി, കോച്ച് ഫാക്ടറിക്ക് വേണ്ടി എടുത്ത സ്ഥലമാണ്. ഇതാ മതിൽ. ഇവിടുന്ന് ഏകദേശം മലമ്പുഴ വരെ സ്ഥലം എടുത്തിട്ടുണ്ട് അവർ. പ്രൈവറ്റ് സ്ഥലവും ഗവൺമെൻറ് സ്ഥലമൊക്കെ ആയിട്ട്. ഇതാണ്ടോളൂ, ഞങ്ങൾക്ക് അന്ന് വിറകിന് പഞ്ചമൊന്നുമില്ല. ഈ റോഡ് ക്രോസ് ചെയ്ത് കടന്ന വിറകായി. ഇന്നിപ്പോൾ ആരും അടുപ്പ് കത്തിക്കുന്നത്. എന്നിട്ട് ഇപ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ ഇവിടുന്ന് ഉണക്ക വിറകൊക്കെ വെട്ടിയിട്ടാണ് കത്തിക്കുന്നത്. ഇതാണ് പഴയ മലമ്പുഴ റോഡ്. ഇപ്പോൾ പുതിയതായിട്ട് വീതി കൂട്ടാൻ വേണ്ടിയിട്ട് എടുത്ത റോഡാണ് ഇപ്പോൾ ഞാൻ കാണിച്ചത്. ഇതിപ്പോൾ വലിയ ഉപയോഗമൊന്നുമില്ല, ആൾക്കാർ മാത്രം ഇങ്ങനെ അത്യാവശ്യം നടക്കും. ഇതാ ഇവിടെയൊന്നും മരങ്ങളേ ഇല്ല. ഞാനിവിടെ ഇരിക്കുന്ന സമയത്ത് ഇതാ ഇവിടെയൊക്കെ വലിയ മരങ്ങളായി. മതിലൊക്കെ വലുതായി കെട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് വലിയ വലിയ മരങ്ങളായിപ്പോൾ, കുറ്റിച്ചെടികളൊക്കെ. ഇതിൻ്റെ അകത്ത് ആനയുണ്ട്. ആനയും പുലിയൊക്കെ കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇതിപ്പോൾ റെയിൽവേൻ്റെ അണ്ടറിലായി ഈ സ്ഥലമൊക്കെ. അവർ ഇടയ്ക്ക് നോക്കാനൊക്കെ വരുന്നുണ്ട് അത്രേ. കന്നും ആടുകളും മേനൊക്കെ ബുദ്ധിമുട്ടായി. ഇപ്പോൾ ആരുടെ വീട്ടിലും ഇല്ല. അത്യാവശ്യം ചിലവരുടെ വീട്ടിൽ മാത്രമേ ഉള്ളൂ പശുക്കളൊക്കെ. ഇത് വന്നിട്ട് വാട്ടർ ടാങ്കാണ്. പക്ഷേ ഇപ്പോൾ മരം മറിഞ്ഞിട്ട് കാണുന്നില്ല. വലിയ ടാങ്ക് ഉണ്ട് അവിടെ, വലിയ 2 ടാങ്ക് ഉണ്ട്. മരം മറിഞ്ഞിട്ട് കാണുന്നില്ല. മലമ്പുഴയിൽ നിന്ന് ഇവിടെ വെള്ളം വന്നിട്ട് ഇവിടെ ശുദ്ധീകരിച്ചിട്ടാണ്. ഞങ്ങളുടെ പുതുശ്ശേരി പഞ്ചായത്താണ്. ആ പുതുശ്ശേരി പഞ്ചായത്തിൽ കമ്പനികൾക്കും വീടുകളിലേക്കും എല്ലാം ഇവിടെ നിന്നാണ് വെള്ളം സപ്ലൈ ആകുന്നത്. ഇതൊരു നെല്ലിമരമാണ്, അത് മറിഞ്ഞിട്ട് കാണുന്നില്ല വലിയ ടാങ്ക്. ഇതൊക്കെ ഇപ്പോൾ പുതിയതായി വന്ന പ്ലാന്റാണ് ഈ ടാങ്കുകളൊക്കെ.
ഞാനിവിടെ ഉണ്ടാകുമ്പില്ല ആ ടാങ്ക്. നോക്കട്ടെ, വലിയ ടാങ്ക് അതാ കാണുന്നുണ്ടല്ലേ, വലിയ ടാങ്ക്. ആ തെങ്ങിൻ്റെ ഓലിൻ്റെ അതിയെ വലിയ ടാങ്കാണ്. ഇതൊക്കെ പുതിയ പ്ലാന്റാണ്, ഞാൻ ഉണ്ടാകുമ്പോഴൊന്നുമില്ല, ഇപ്പം കെട്ടിയതാണ് ഇതൊക്കെ. ഈ പഴയ മലമ്പുഴ റോഡ് ആദ്യം വണ്ടികളൊക്കെ ഇതേ പോയിക്കൊണ്ടിരുന്നത്. ഇത് നേരെ പോകും, പോയിട്ടതാ റെയിൽവേ ക്രോസ്. വണ്ടികളൊക്കെ നിൽക്കുന്നുണ്ട്, ട്രെയിൻ വരുന്നുണ്ട്, അതുകൊണ്ട് ഗേറ്റ് അടച്ചിരിക്കുകയാണ്. ഇതൊക്കെ ഗവൺമെൻറ് സ്ഥലമാണ്. നേരത്തെ പ്ലെയിനായി കിടന്നാണ്, ഇപ്പോൾ മുഴുവൻ മരങ്ങൾ നിറഞ്ഞു. ആർക്കും വിറക് വേണ്ട, അതുകൊണ്ടാണ്. ഇതിനകത്താണ് ഒരു കുളിക്കുന്നൊരു കുളമുണ്ട്. പക്ഷേ ഇപ്പോൾ ആർക്കും ഇതിനകത്ത് പോകാനും പറ്റില്ല, കുളിക്കാനും പറ്റില്ല. ആ കുളത്തിൻ്റെ നടുക്കുകൂടെയാണ് കാമ്പൗണ്ട് കെട്ടിയിരിക്കുന്നത്. ഇതാണ്ട കോച്ച് ഫാക്ടറി കാമ്പൗണ്ട്. ആ ഗേറ്റ് തുറന്ന് വിട്ടു. ഇതാ റെയിൽവേ ക്രോസ്. വണ്ടി ട്രെയിൻ പോയി, ഗേറ്റ് തുറന്ന് വണ്ടികളൊക്കെ പാസ്സാകാൻ തുടങ്ങി. അപ്പോൾ ഇതാണ് ഞാൻ ജനിച്ച് വളർന്ന സ്ഥലം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോസിൽ കാണാം. ബൈ.